അപ്പോൾ നമ്മൾ മൂന്നാർ യാത്രയുടെ ഭാഗമായിട്ട് മൂന്നാറിലേക്ക് എത്തുന്നേക്കാളും മുന്നായിട്ട് നമ്മൾ കൊച്ചിൻ ഡയറക്ഷനാണ് വരുന്നതെങ്കിൽ, അപ്പോൾ നമ്മളെല്ലാവരും കൊച്ചിയിൽ നിന്നാണ് കൂടുതൽ ആൾക്കാർ വരുന്നത്. അപ്പോൾ കൊച്ചി ഡയറക്ഷനാണ് വരുന്നതെങ്കിൽ ഒരു 4 ഡയറക്ഷനാണ്. നമ്മളൊരു മാട്ടുപ്പെട്ടി ഡയറക്ഷനുണ്ട്, ഒന്ന് കോയമ്പത്തൂരുണ്ട്, കൊച്ചിനുണ്ട്, ഒരു തേക്കടി ഡയറക്ഷനാണുള്ളത്. അപ്പോൾ നമ്മൾ വരുമ്പോൾ എപ്പോഴും ആദ്യം വന്നെത്തുന്നത് കൊച്ചിൻ ഡയറക്ഷനിലാണ്. കൊച്ചിൻ ഡയറക്ഷൻ എന്നാണ് എല്ലാവരും വരുന്നത്. അപ്പോൾ കൊച്ചിൻ ഡയറക്ഷനിൽ ഒരു 5 വ്യൂ പോയിൻ്റ് ആണ് മെയിനായിട്ട് വരുന്നത്. ഒരു കല്ലാറ് വാട്ടർഫോൾ ഉണ്ട്, അതിൽ റോസ് ഗാർഡൻ ഉണ്ട്, ഒരു സൺസെറ്റ് വ്യൂ ഉണ്ട്, പിന്നെ ബ്ലോസം പാർക്ക് അടക്കം കുറച്ച് വ്യൂ പോയിൻ്റുകൾ അടക്കമാണ് നമുക്ക് വരുന്നത്. അപ്പോൾ നമ്മളങ്ങനെ വരികയാണെങ്കിൽ നമ്മൾ മൂന്നാറിലേക്ക് വരുന്നതിനേക്കാളും മുന്നേ മൂന്നാറിലെത്തി നമ്മുടെ ഇവിടെ വന്നിട്ട് നമ്മുടെ ഒരു റിസോർട്ടിലോ എവിടെയാണ് ബുക്ക് ചെയ്ത് തുടങ്ങി അവിടെ വന്ന് സ്റ്റേ ചെയ്യുന്നതിനേക്കാളും മുന്നേ നമ്മൾ എത്തുന്ന ഒരു ഏരിയ ആണ് ഈ പറഞ്ഞ ഏരിയ. ഇത് അറിയപ്പെടുന്നതെന്ന് വെച്ചാൽ ഒരു വ്യൂ പോയിൻ്റാണ്. ഇവിടുത്തെ മൂന്നാർ എത്തുന്നതിനേക്കാളും മുന്നുള്ളൊരു വ്യൂ പോയിൻ്റാണ്. ആ വ്യൂ പോയിൻ്റ് നമ്മൾ എത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പോത്തനമേട് വ്യൂ പോയിൻ്റ് എന്നാണ് ഇത് പറയുന്നത്. എന്നാലും ആക്ച്വലി ഇത് ഏതാ ഏരിയ എന്നുള്ള കറക്റ്റ് നമുക്ക് അറിയില്ല. അപ്പം അങ്ങനെ വരുമ്പോൾ നമ്മൾ കയറി ചെല്ലുമ്പോൾ ആദ്യം തന്നെ കിട്ടുന്ന ഒരു മൂന്നാറിൻ്റെ വൈബ്. നമ്മൾ നാട്ടിൽ നിന്ന് വന്ന് വളരെ വലിയ രീതിയിലുള്ള ചൂടൊക്കെ ഉണ്ടായിട്ട് അത് കഴിയുമ്പോൾ ഇവിടെ ഇപ്പോഴുള്ള ചൂടാണ്, പക്ഷേ ഈ സമയത്തായതുകൊണ്ടാണ്, അല്ലെങ്കിൽ നല്ല തണുപ്പൊക്കെ കിട്ടുന്നൊരു ഏരിയ ആണ്. ഈ ഏരിയയിലേക്കാണ് നമ്മൾ ആദ്യമായിട്ട് എത്തപ്പെടുന്നത്. അതാണ് ഇവിടുത്തെ ഈ ഒരു വ്യൂ പോയിൻ്റ്. ഈ വ്യൂ പോയിൻ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഏകദേശം ഒരു 1.5 കിലോമീറ്റർ ഒരു വ്യൂ പോയിൻ്റാണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തേയിലത്തോട്ടത്തിൻ്റെ ഇതായിട്ട് കിടക്കുന്നതാണ്. പക്ഷേ ഈ തേയിലത്തോട്ടത്തിൻ്റെ ഉള്ളിലേക്കൊന്നും നമുക്ക് എൻട്രി ഇല്ല. പല സ്ഥലത്തും മൂന്നാറിലെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചാൽ തേയിലത്തോട്ടത്തിൻ്റെ ഉള്ളിലേക്ക് എൻട്രി ഇല്ല. വേറെ സ്ഥലത്ത് എൻട്രി ഉണ്ട്, എൻട്രി ഉള്ള സ്ഥലങ്ങൾ വേറെ വീഡിയോ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇവിടെ വരുമ്പോൾ അതിൻ്റെ പുറത്ത് നിന്നിട്ട് നമുക്ക് കുറച്ച് വീഡിയോസൊക്കെ എടുത്തിട്ട് പോകാവുന്നതാണ്. ഇവിടെ ഒരു പ്രത്യേക ഒരു വൈബ് ഉണ്ട്, മൂന്നാറിൻ്റേതായ വൈബ്. നമ്മൾ അവിടെ നിന്ന് കയറി അടിമാലി നിന്നൊക്കെ കയറി വന്നിട്ട് ഇങ്ങനെ വരുമ്പോൾ ആദ്യമായിട്ട് നമുക്ക് കിട്ടുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത് ഈ ഒരു ഏരിയ ആണ്. ഈ ഒരു ഫസ്റ്റ് വ്യൂ പോയിൻ്റ് മൂന്നാറിൽ നിന്ന് നമ്മൾ ആലുവയിൽ നിന്നോ കൊച്ചിയിൽ നിന്ന് വരണമെങ്കിലും ആദ്യമായിട്ട് നമുക്ക് മൂന്നാറിൻ്റെ ഒരു വൈബ് കിട്ടുന്ന ഏരിയ എന്ന് പറയുന്നത് ഈ ഏരിയയാണ്. ഇവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം ഈ രീതിയിലുള്ള തേയില ഇതുകളും പ്ലാന്റേഷൻസും കാര്യങ്ങളൊക്കെ ആയിട്ട് അതിൻ്റെ ഒരു കുറച്ചും കൂടി ഇപ്പോൾ ഒരു ഇതായതുകൊണ്ടാണ്, അല്ലെങ്കിൽ കുറച്ചും കൂടി ഒരു തണുപ്പൊക്കെ ഉള്ള ഏരിയ ആയിട്ട് നമുക്ക് ഏറ്റവും കൂടുതൽ നല്ലൊരു വ്യൂ പോയിൻ്റായി കിട്ടാവുന്ന ഏരിയയാണ് ഈ പോയിൻ്റ്. ഇതാണ് ഫസ്റ്റ് വ്യൂ പോയിൻ്റ് എന്ന് പറയുന്നത്. മൂന്നാറിലേക്ക് വരാണെങ്കിൽ, കൊച്ചിയിൽ നിന്ന് വരാണെങ്കിൽ ഫസ്റ്റ് വ്യൂ പോയിൻ്റ് ഇതാണ്.